എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് അപ്ഡേറ്റുകൾ പറയാനായിട്ടാണ്. അപ്ഡേറ്റുകളല്ല, കുറെ സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകളും, കുറെ പേര് തെറ്റിദ്ധാരണയായിട്ടും, കുറെ പേരുടെ ഓരോ ഈ ജോബ് ആപ്ലിക്കേഷന്റെ ആണെങ്കിൽ പോലും കുറെ പേർക്ക് ഡൗട്ടും കാര്യങ്ങളും അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. UK നഴ്സസിന് ജോലി കിട്ടാനും അല്ലെങ്കിൽ അവർക്ക് ലൈസൻസ് റിലേറ്റഡും എന്തൊരു റിലേറ്റഡ് ടു നേഴ്സിംഗും ഞാൻ എന്ത് ചെയ്യുന്നു, ഗൈഡ് ലൈൻ കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും അന്വേഷിച്ച് പിടിച്ച് ജെന്യൂൻ ആയിട്ടുള്ളൊരു റീസണും കാര്യങ്ങളും ആൻസറും ഒക്കെയാണ് ഇതാക്കുന്നത്. എൻ്റെ ഓൺ ഒപ്പീനിയനിൽ ഞാൻ ആർക്കും ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ റീസെന്റ് ഞാനിപ്പോ ജോബ് ഓഫറിന്റെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഒരു യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ജോബ് ഓഫർ ആയിട്ട് വീഡിയോസ് ഇടുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ലിങ്കൻ്റെ നിന്നാണെങ്കിലോ നാക്കുറി ഗൾഫിൽ നിന്നാണെങ്കിലോ എവിടുന്നാ കിട്ടുന്നെങ്കിൽ അതാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അയച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ എനിക്ക് ആ കമ്പനി അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ആ ഹോം കെയറുമായിട്ട് യാതൊരു ടൈപ്പും കാര്യങ്ങളും ഒന്നുമില്ല. എനിക്ക് വരുന്ന ജെന്യൂൻ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോലി കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓരോ ജോബ് ഓഫറിന്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ ഒരു ജോബ് ഓഫറിന്റെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിൽ, എനിക്ക് യൂട്യൂബും ഫേസ്ബുക്കൊന്നും അത്ര മെസ്സേജുകൾ വരുന്നില്ല. പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്തവർക്കും ഫോളോ ചെയ്യുന്നവർക്കും എല്ലാവർക്കും 1000 നന്ദി 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 ഒരുപാട് നന്ദിയുണ്ട്. എന്നെയും കൊണ്ട് മാക്സിമം പറ്റുന്ന ഹെൽപ്പ് ഞാൻ എല്ലാവർക്കും ചെയ്തു തരുന്നതായിരിക്കും. അങ്ങനെയെങ്കിലും ഇപ്പൊ എനിക്ക് കുറേ മെസ്സേജുകൾ വന്നപ്പോഴാണ് എനിക്ക് ഓരോരുത്തരുടെ ഇഷ്യൂസും കുറെ പേര് വന്ന് കഷ്ടപ്പെടുന്നതിനെ കുറിച്ചിട്ടൊക്കെ അറിയുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വരുവാണ്. ഞാൻ ഈ ഒരു 6-7 വർഷം മുന്നേ ഇതുപോലെ സ്ട്രഗിൾ ചെയ്തതാണ്. എന്നെ പോലെ കുറെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ സ്ട്രഗിൾ ചെയ്തതാണ്. അപ്പൊ എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും പോകുന്ന സിറ്റുവേഷനും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും തേടി പിടിച്ച് അതിലേക്ക് വിളിച്ച് അത് എപ്പോഴും വേക്കൻസി ഓപ്പൺ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഓരോ വേക്കൻസിയുടെയും പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കിയാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് ഒരു ജോബ് ഓഫറിന്റെ വീഡിയോ ഇടുമ്പോൾ തന്നെ അതിനകത്ത് എനിക്കൊരു 100-ൽ കൂടുതൽ മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ ഞാനത് ഇൻസ്റ്റഗ്രാം അധികം ഹാൻഡിൽ ചെയ്തിട്ട് എനിക്ക് അധികം അറിയില്ല. ഞാൻ ലോങ് ടൈം മുന്നേ ലോഗിൻ ഒക്കെ ചെയ്തതാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ റീച്ച് ആയി തുടങ്ങിയത് ഇപ്പൊ അടുത്താണ്. നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഒരു 100-ൽ കൂടുതൽ മെസ്സേജ് വരുമ്പോൾ ക്യാപ്ഷൻ ഓട്ടോ റിപ്ലൈ എനിക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോവുക, അങ്ങനെ അല്ലെങ്കിൽ ഇതായി പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇഷ്യൂസുകൾ വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടിട്ടില്ല. അപ്പൊ ഞാൻ ഓരോരുത്തർക്കും എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള സമയത്ത്, അതും നിങ്ങൾക്കറിയാം ഞാൻ ഫാമിലി ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതിനായിട്ടൊരു നിങ്ങൾക്കായിട്ടൊരു സമയം ഒതുക്കി വെച്ചിട്ട് ആ ഒരു സമയത്താണ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈച്ച് ആൾക്കാർക്കും കയറി അതെടുത്ത് റിപ്ലൈ കൊടുത്ത് അങ്ങനെ ഓരോരുത്തർക്കും ലിങ്ക് അയച്ചിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറ്റ് എ ടൈമിൽ കിട്ടണം എന്നില്ല, എന്നോട് ക്ഷമിക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-ൽ കൂടുതലൊക്കെ ആൾക്കാർ വരുമ്പോൾ എനിക്ക് പെർ ഡേ ആൾസോ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് പെർ ഡേ ഒരു ഇത്ര ലിമിറ്റ് വെച്ച് ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാം. ആരെങ്കിലൊക്കെ മോർ ആൾക്കാർക്ക് മെസ്സേജ് വന്നിട്ട് നിങ്ങൾ റിപ്ലൈ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ പെർ ഡേ ഇത്ര പേർക്ക് റിപ്ലൈ കൊടുക്കാനേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ അത് വരത്തില്ല, ഓൾറെഡി മാക്സിമം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും നമുക്ക് കൊടുക്കുമ്പോൾ. അപ്പൊ നമുക്കത് വീണ്ടും വീണ്ടും ഇതാക്കിയിട്ട് കൊടുക്കുമ്പോഴും പിന്നെയും ആ ഒരു മെസ്സേജ് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും അറ്റ് എ ടൈമിൽ തന്നെ, അതായത് പെർ ഡേ, ഇപ്പൊ ഇന്ന് വീഡിയോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അന്ന് വൈകിട്ട് തന്നെ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അറ്റ് എ ടൈമിൽ കിട്ടിയില്ലെങ്കിൽ ക്ഷമിക്കണം, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും. പിന്നെ അതായത് ഇതിൽ 100-ൽ കൂടുതൽ വരുമ്പോൾ അത്, അപ്പൊ ഈ ഒരു വീഡിയോയുടെ അണ്ടറിൽ മെസ്സേജ് വരുന്നത് ഒരു 100, 200, 300 ആ റേഞ്ചിൽ മെസ്സേജുകൾ വരുന്നുണ്ട്. അവർക്ക് ഞാൻ മാക്സിമം റിപ്ലൈ 2-3 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഇടുന്നുണ്ട്. ലിങ്ക് അല്ലെങ്കിൽ സൈറ്റ് കാര്യങ്ങൾ ഞാൻ ഡയറക്റ്റ് DM ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഓരോരുത്തർക്കും ഇങ്ങനെ ഇൻഡിവിജ്വലി എടുത്തിട്ടാണ് റിപ്ലൈ തരുന്നത്. അപ്പൊ അതിന് ടൈം പീരീഡ് എടുക്കും. ആരും എന്നോട് ചോദിക്കരുത് എന്താണ് ഇതുവരെ ഇട്ടിട്ട് മെസ്സേജിന് റിപ്ലൈ ഒന്നും തരാത്തത്, അങ്ങനെ ഇങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാണ്ട് ഇപ്പൊ ഈ ഒരു വീഡിയോയുടെ അണ്ടറിൽ മെസ്സേജ് വരുന്നത് അല്ലാണ്ട് കുറെ പേര് എനിക്ക് DM ചെയ്യുന്നുണ്ട്, അതും റിലേറ്റഡ് ടു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ മാക്സിമം അവർക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഒരു ആൻസർ ഇപ്പൊ അവര് ചോദിച്ചതിന്റെ ആൻസർ കൊടുക്കുമ്പോൾ അപ്പൊ അവര് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഈ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടുള്ള ടൈം പീരീഡ് എനിക്കില്ല. നിങ്ങൾക്കറിയാം, എനിക്ക് 12 hours ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ട്
പിന്നെ നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് നിങ്ങൾക്ക് ഓരോന്നിനും റിപ്ലൈ തരാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള കാര്യം നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടുക. മാക്സിമം ഒരു വൺ വേർഡിലുള്ള ആൻസറോ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന ആൻസർ ആണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ നിങ്ങൾക്ക് അത് റിപ്ലൈ തരാം. പിന്നെ നിങ്ങൾ എഗെയിൻ നിങ്ങൾക്ക് റിലേറ്റഡ് ടു ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു മെസ്സേജ് ഇട്ട് ഞാൻ നിങ്ങൾക്ക് അതിന് റീൽസ് ആയിട്ട് ഒരു റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് നിങ്ങളുമായിട്ടുള്ള ചാറ്റിംഗ് ചെയ്യാനായിട്ട് സമയമില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് DM-ൽ ആൾസോ എനിക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് റിലേറ്റഡ് ടു ജോബ്, റിലേറ്റഡ് ടു ലൈസൻസ്, റിലേറ്റഡ് ടു ഇന്റർവ്യൂ, അതേപോലെ റിലേറ്റഡ് ടു കുറേ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ UAയിലെ ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും കയറി എനിക്ക് ഇങ്ങനെ റിപ്ലൈ കൊടുത്ത് അപ്പൊ ഒരു റിപ്ലൈ കൊടുക്കുമ്പോൾ അടുത്ത മെസ്സേജ് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് അതായത് അവരുമായിട്ട് ലോങ് ടൈം കോൺവെർസേഷൻ ആയിട്ടുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വൺസ് നിങ്ങൾ ചോദിച്ചതിന് ആൻസർ തന്നിട്ട് പിന്നെ നിങ്ങൾ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റാത്തത്. അതിലാരും സങ്കടപ്പെടരുത്. നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് ഉള്ളത് ഡീറ്റെയിൽസ് ഒരു മെസ്സേജ് ഇടുക. അപ്പൊ ഞാൻ അത് എന്ത് ചെയ്യാം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പൊ ഇതാണ് കുറെ പേരുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സിനോട് പറയാനുള്ളത്. എല്ലാവർക്കും ജോലി കിട്ടും, ആരും സങ്കടപ്പെടേണ്ട. കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാത്തിലും കയറി അപ്ലൈ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ ജോലി ഒന്നും വിളിച്ചില്ല അല്ലെങ്കിൽ അപ്ലൈ ചെയ്തതിലൊന്നും വിളിച്ചില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഇടുന്ന ഒരു പോസ്റ്റില് ഒരു 200 പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു വേക്കൻസി വന്നിട്ടുണ്ടല്ലോ ഒരു 5-6 പേർക്ക്, മാക്സിമം ഒരു 6 പേർക്ക് അല്ലെങ്കിൽ മാക്സിമം ഒരു 2 പേർക്കൊക്കെ ആയിരിക്കും ആ ഒരു ജോബ് ഓഫറിന്റെ വേക്കൻസി വന്നിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും പേര് അതിനകത്ത് അറ്റ് എ ടൈമിൽ മെസ്സേജും CV എല്ലാം അയക്കുമ്പോൾ അവർ അതിനകത്ത് നിന്ന് കണ്ടുപിടിച്ചിട്ട്, അതായത് അതിനകത്ത് നിന്ന് UAയിൽ എക്സ്പീരിയൻസ് ഉള്ളത്, പ്രീവിയസ് എക്സ്പീരിയൻസ്, ആ ഒരു പോസ്റ്റിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ തന്നെ അവർ ചൂസ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ആരെ വിളിക്കുള്ളൂ. പിന്നെ അവർക്ക് ഈ ഒരു ഹ്യൂജ് വേക്കൻസി, ഹ്യൂജ് അപ്ലിക്കേഷൻ ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ എല്ലാം തന്നെ ഓപ്പൺ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അവർ ഓൾറെഡി അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. ചിലപ്പോൾ ആ ഒരു വേക്കൻസി ഓൾറെഡി ഫില്ല് ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇതൊരു സോഷ്യൽ മീഡിയ ആണ്. ജോബ് ഓഫർ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യും. അപ്പൊ അതിനൊക്കെ ഒരു മാക്സിമം ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടണമെന്നില്ല അല്ലെങ്കിൽ അതിലേക്ക് വിളിക്കണം എന്നില്ല. അപ്പൊ നിങ്ങളാരും സങ്കടപ്പെടരുത്. കീപ്പ് ഓൺ ട്രൈ, അതാണ് എനിക്ക് പറയാനുള്ളത്. കീപ്പ് ഓൺ ട്രൈ. വെൻ യു ആർ ട്രൈയിങ് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ ഒരു സൊല്യൂഷൻ. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, കീപ്പ് ഓൺ, നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഏതെങ്കിലും ഒരു വേക്കൻസി നിങ്ങൾക്ക് കിട്ടും, വിഷമിക്കരുത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ അറ്റ് എ ടൈമിൽ ഇപ്പോൾ 1 വീക്ക് കൊണ്ടോ 1 മന്ത് കൊണ്ടോ ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ ഒരു 2-3 മാസമൊക്കെ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു ജോലി കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളാരും അയ്യോ ഞങ്ങൾ ഇത്രയും അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ ഇതിലൊക്കെ അപ്ലൈ ചെയ്തു ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ കിട്ടിയ ഒരാളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇരിക്കുന്നത്. ഞാൻ 5, 6, 7 മാസം വരെയൊക്കെ ജോലി ഇല്ലാണ്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കിട്ടിയ ജോലിയിൽ പോയിട്ട് ആ ജോലിയിൽ ഇരുന്നിട്ട് തന്നെ വേറെ ജോലികളിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കിട്ടിയില്ലല്ലോ എന്നാക്കരുത്. മാക്സിമം നിങ്ങളുടെ എഫേർട്ട് എടുത്തിട്ട് ട്രൈ ചെയ്യുക. ഉറപ്പായിട്ടും അതിനുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യണം, നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾ ഇടണം കേട്ടോ. പിന്നെ കുറെ പേര് നാട്ടിൽ നിന്ന് ഞാൻ കുറെ ജോബ് ഓഫർ ഇടുന്നത്, ഞാൻ ഈ ജോബ് ഓഫർ ഇടുന്നതെല്ലാം ഇവിടെയുള്ള ആൾക്കാർക്കാണ്, എസ്പെഷ്യലി UAയിലുള്ളവർക്കാണ് ഏറ്റവും മുൻഗണന കൂടുതൽ. അപ്പൊ കുറെ പേര് നാട്ടിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂ വിളിക്കുകയോ കാര്യങ്ങളോ. ചിലപ്പോൾ വിളിക്കുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് വരുമായിരിക്കും. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് അവർ അറ്റ് എ ടൈമിൽ തന്നെ വിളിക്കും. ആ സമയത്ത് നിങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവണം. അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ ആ ഒരു ചാൻസ് പോകും. അപ്പൊ അധികവും ഇവിടെ ഉള്ള ആൾക്കാർക്കാണ് പ്രയോറിറ്റി കൂടുതൽ ഓരോ ഇന്റർവ്യൂ വേക്കൻസി വരുമ്പോഴും. പിന്നെ അധികവും അവർ ഫോൺ ത്രൂ ആയിരിക്കും കോണ്ടാക്ട് ചെയ്യുക. മെയിൽ ത്രൂ റിപ്ലൈ ലെസ് ചാൻസ്, ഒരു 50-50 ആയിരിക്കും. അധികം ഫോൺ ത്രൂ ആയിരിക്കും പെട്ടെന്ന് തന്നെ. ഇപ്പോൾ
CV കണ്ട് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ, മീൻസ് അവർക്ക് CV കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഫോൺ നമ്പർ കൊടുത്തതിലേക്കായിരിക്കും ആദ്യം വിളിക്കുക. പിന്നെയാണ് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കാര്യം ഉണ്ടെങ്കിൽ അവർ മെയിലിലേക്കൊക്കെ അയക്കുള്ളൂ. അധികം ഫോൺ ത്രൂ ആയിരിക്കും കോള് വരുന്നത് കേട്ടോ. അപ്പൊ മാക്സിമം കോള് വരുന്നതെല്ലാം എടുത്ത് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഇന്റർവ്യൂവിന് നന്നായിട്ട് പെർഫോം ചെയ്യുക. അതായത് ആ ആപ്റ്റ് ആയിട്ടുള്ള, ഏത് വേക്കൻസിയാണോ വന്നിട്ടുള്ളത് അതിന് പറ്റിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്റർവ്യൂവിന് പോയി കണ്ടക്ട് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുക. വൺസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും സങ്കടപ്പെടേണ്ട. അടുത്ത ഓഫർ ഉണ്ടല്ലോ, ഓരോ ജോബ് ഓഫറുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ, അതിൽ കയറി അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പൊ നാട്ടിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അധികം ഇവിടെ വന്ന് ട്രൈ ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ അവിടെ നിന്നാണെങ്കിൽ പോലും നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ ഇന്റർവ്യൂവിന്, അതായത് ഇതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഫില്ലാവുന്ന ഓഫറുകളാണ്, ജോബ് ഓഫറുകളാണ്. അപ്പൊ നിങ്ങൾ അവൈലബിൾ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ആ ചാൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ നിങ്ങൾ വെറുതെ അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. എസ്പെഷ്യലി ഫോർ ഈ ജോബ് ഓഫറിന്റെ വീഡിയോ ഇടുന്നത് കൊണ്ട് റിപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ. പിന്നെ കുറെ പേർക്ക് ഡൗട്ടാണ് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളത്. അപ്പൊ വൺസ് ഞാനൊരു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കിട്ടുമ്പോൾ നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പേജ് വരും. അപ്പൊ നിങ്ങൾ അതിലുള്ള കാര്യങ്ങളൊന്നും വായിച്ചു നോക്കുക, എന്തൊക്കെ എങ്ങനെയെന്നുള്ളത്. അത് താഴെ തന്നെ ഒന്നില്ലെങ്കിൽ അപ്ലൈ ഡയറക്ട്ലി, അപ്ലൈ ദ സൈറ്റ്, അപ്ലൈ ദ കമ്പനി, അങ്ങനെ പറഞ്ഞ ഓരോ ഇത് താഴെ ഉണ്ടാവും. അല്ലെങ്കിൽ ഫൈൻഡ് ദ ജോബ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് മോർ അറിയണമെങ്കിൽ ജസ്റ്റ് സെർച്ച് ബാറിൽ കയറി നേഴ്സിംഗ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ തന്നെ ആ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് കുറെ ആ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ നേഴ്സിംഗ് വേക്കൻസികൾ ചിലപ്പോൾ അവർ ഹയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ നോക്കുക, അതിൽ എക്സ്പയറി ഡേറ്റ് നോക്കുക. ചിലപ്പോൾ അവർ 2-3 മാസം മുന്നേ ഇട്ടതായിരിക്കും. അപ്പൊ അതിലൊന്നും നമുക്ക് ചിലപ്പോൾ സ്റ്റിൽ ലൈവ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വേക്കൻസി ഉണ്ടാവില്ല, അത് ഓൾറെഡി ഫിൽ ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അടിച്ചു കൊടുത്തിട്ട് നോക്കാം. മോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യാം, മോർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊക്കെ കൊടുക്കുക. പിന്നെ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടാകും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രഷേഴ്സ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അവിടെ ഓൾറെഡി അവർ എക്സ്പീരിയൻസ്ഡ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു CV അയച്ചു കൊടുത്തു എന്ന് ഓർത്തിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. ബൈ ചാൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നല്ലതല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രഷർ ആണെങ്കിൽ പോലും കുഴപ്പമില്ല, നിങ്ങൾ വരുന്ന വേക്കൻസി ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് അങ്ങനെ എന്നൊക്കെ ചോദിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, വരുന്ന വേക്കൻസികൾ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അത് ഫ്രഷർ ആണല്ലോ, എന്നെ അല്ലല്ലോ, അതിൽ 2 year എക്സ്പീരിയൻസ് ആണല്ലോ ചോദിച്ചിട്ടുള്ളത് എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ നിൽക്കരുത്. വരുന്ന വേക്കൻസിയിൽ നിങ്ങൾ കൊടുത്തിരിക്കുക. വിളിക്കുന്നതോ വിളിക്കാത്തതോ അത് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലെക്കല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ പോയി കണ്ടക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ വെല്ലായിട്ട് പെർഫോം ചെയ്തിട്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. അങ്ങനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് UAE വന്നപ്പോൾ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. ഞാൻ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ഫ്രഷർ ആയിരുന്നു, എക്സ്പീരിയൻസ് ഉള്ളതിനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് എന്റെ ഇന്റർവ്യൂ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് അവരെന്നെ ചൂസ് ചെയ്തു, ഞാനും ജോയിൻ ചെയ്തു. അപ്പോൾ ഫ്രഷർ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ അയ്യോ ഇത് എല്ലാം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് വിളിക്കുന്നത്, ഫ്രഷറിനൊന്നും വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത്. കിട്ടുന്ന വേക്കൻസിയിൽ മാക്സിമം കയറി എല്ലാവരും അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ DHA ഉള്ളവർ എന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് MOH ഉള്ള വേക്കൻസിയിൽ വന്നിട്ട് DHA ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, എനിക്ക് DHA ഉള്ളതൊന്നും. ഒരിക്കലും പറ്റില്ല. എങ്ങനെയാണ് നിങ്ങൾ DHA എടുത്തിട്ടുള്ളത്, ദുബായിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. MOH ഉള്ളത് അത് വേറൊരു എമിറേറ്റ്സ് ആണ്. അപ്പൊ അവിടുത്തെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ എടുക്കുള്ളൂ. നിങ്ങൾക്കറിയാം നഴ്സിംഗിന് എത്രമാത്രം, നഴ്സിംഗ് ജോബിന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ലൈസൻസ് ഉള്ളതെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് DHA ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ദുബായിലേക്കാണ് നോക്കേണ്ടത്. MOH വാക്കൻസി കയറിയിട്ട് DHA ഉള്ള നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, DHA എന്ത് ചെയ്യാം, MOHലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്ത എലിജിബിലിറ്റിയോ കാര്യങ്ങളോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MOH വാക്കൻസി വന്നിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഹാദ് DOH വാക്കൻസി വന്നിട്ട് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വൺസ് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി, ഞാൻ ഓൾറെഡി എന്താക്കുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ലൈസൻസ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു അപ്ലിക്കേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ അവിടെ എന്താക്കണം, CVക്കകത്ത് നിങ്ങൾ MOH DHA ഉണ്ട് അല്ലെങ്കിൽ DOH ഹാദ് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞു കൂടി അവിടെ കൊടുക്കണം. അല്ലെങ്കിൽ വെറും DHA ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും നിങ്ങളുടെ CV കണ്ടിട്ട് വിളിക്കില്ല. അപ്പൊ CV ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് DHA ഉള്ളത്. അപ്പോൾ ഞാനിപ്പോ സേഹയിൽ അടക്കം ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു DHA ഉള്ളത് എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
പറ്റുമെന്ന് വെച്ചാൽ പറ്റും, പക്ഷെ നിങ്ങൾക്ക് ലൈസൻസ് ആ ഒരു DOH ഒരു ഹാദ് ലൈസൻസ് വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, DHA ലൈസൻസ് കൺവേർട്ട് ചെയ്തിട്ട് ഇതാക്കണം. അപ്പൊ നിങ്ങളുടെ CV-ക്കകത്ത് അതും കൂടി മെൻഷൻ ചെയ്യണം, DHA അല്ലെങ്കിൽ DOH ഈ ലൈസൻസ് ഉണ്ട്, എലിജിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് കൂടുതലാണ് കിട്ടാനായിട്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ജോബ് ഓഫറിന്റെ വീഡിയോ ഇടുമ്പോഴുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾ എനിക്ക് DM ചെയ്ത് ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. എന്നെയും കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ എല്ലാവർക്കും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്ത് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ UAE വരാനിരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും വരുന്ന വേക്കൻസികളൊക്കെ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.